Hi all, it's me Abhilash from techmaddies.com. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വിവോയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള T1 Pro 5Gയുടെ ഒരു ഓവർവ്യൂവുമായിട്ടാണ്. 25-ാം തീയതിയാണ് T1 Pro 5G ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിവോ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യും എന്നതാണ്. അപ്പോൾ ഏകദേശം ഇതേ സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയായിരിക്കും ഈ ഒരു മോഡലിൽ ഇന്ത്യയിലും ലഭിക്കുക. അതുകൊണ്ട് തന്നെ T1 Pro 5G ഇന്തോനേഷ്യൻ വേരിയന്റിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ദ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് പാർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസർ ആയിട്ടുള്ള 778G ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2.5 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊസസർ 6 നാനോമീറ്റർ ഫാബ്രിക്കേഷനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ തന്നെ X53 5G മോഡം യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 5G റിസപ്ഷൻ നമുക്ക് ഈ ഒരു പ്രൊസസറിലൂടെ ലഭിക്കുന്നു. അതുകൂടാണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട് അഡ്രീനോന്റെ 642L GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ അവരുടെ പ്രൊസസറിനെ അപേക്ഷിച്ച് CPU ആൻഡ് GPU പെർഫോമൻസ് 40% ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് സ്നാപ്ഡ്രാഗണിന്റെ അവകാശവാദം. രണ്ടാമതായി വിവോ ഈ ഒരു ഫോണിന്റെ ലോഞ്ചിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ് ആണ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ 8 ഡയമെൻഷണൽ ഹൈലി എഫക്റ്റീവ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. ഇതൊരു 5G മോഡൽ ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു ഹീറ്റിന്റെ ഡെസിപ്പേഷന് വേണ്ടിയിട്ടാണ് 8 ഡയമെൻഷണൽ കൂളിംഗ് സിസ്റ്റം ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ടൈമിൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു 8 ഡയമെൻഷണൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിന് സാധിക്കും. 4700 mAh ഒരു വലിയ ബാറ്ററിയാണ് വിവോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് ഈ ഒരു വലിയ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 66 വാട്ടിന്റെ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാർജറിന്റെ സഹായത്തോടു കൂടി 18 മിനിറ്റിൽ 50% ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. 8GB റാമും 128GB ഇന്റേണൽ മെമ്മറിയുമാണ് ഈ ഒരു ഡിവൈസിൽ വിവോ നൽകിയിരിക്കുന്നത്. കൂടാണ്ട് വെർച്വൽ റാം ഓപ്ഷനിലൂടെ 4GB കൂടി ഇൻക്രീസ് ചെയ്ത് ടോട്ടൽ 12GB റാം ആക്കി മാറ്റാനും സാധിക്കുന്നു. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി Z ആക്സിസ് ലീനിയർ മോട്ടറാണ് വിവോ ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നു. അതുകൂടാണ്ട് തന്നെ സൂപ്പർ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 360 ഡിഗ്രി സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസിലൂടെ ലഭിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ ടെക്നോളജിയെ പറ്റി ചെക്ക് ചെയ്ത് നോക്കാം. 6.44 ഇഞ്ചിന്റെ ഒരു ഹാലോ ഫുൾ വ്യൂ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വിവോ യൂസ് ചെയ്തിരിക്കുന്നത്. SGSന്റെ IK സർട്ടിഫിക്കേഷനോട് കൂടി വരുന്ന ഈ ഒരു ഡിസ്പ്ലേക്ക് 100% DCI P3 കളർ ഗാമറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി HDR10+ന്റെ സർട്ടിഫിക്കേഷനും ഏറ്റവും ഫ്ലൂയിഡ് ആയിട്ടുള്ള ടച്ച് റെസ്പോൺസിന് വേണ്ടി 90 Hz റീഫ്രഷ് റേറ്റും ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിവൈസിന്റെ ക്യാമറയെ പറ്റിയാണ്. 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 64 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ റെയർ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 64 മെഗാപിക്സലിന്റെ മെയിൻ ലെൻസും 8 മെഗാപിക്സലിന്റെ സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നാച്ചുറലി ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ AI ഫേസ് ബ്യൂട്ടി ടെക്നോളജിയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എക്സ്ട്രീം നൈറ്റ് കണ്ടീഷനിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രീം നൈറ്റ് മോഡും ഫ്രണ്ട് ആൻഡ് റെയർ ക്യാമറകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 4K അൾട്രാ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും റെയർ ക്യാമറയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ കളർ വേരിയന്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്തോനേഷ്യയിൽ വിവോ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 കളർ വേരിയന്റുകളിലാണ്, ടർബോ ബ്ലാക്ക് ആൻഡ് ടർബോ സിയാൻ. ഇന്ത്യയിൽ ഏതൊക്കെ കളേഴ്സിലാണ് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നോ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്നോ ഇതുവരെ വിവോ കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിന്റെ ഇന്ത്യൻ ലോഞ്ചിനായി ഞാനും നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുന്നു. ഈ ഒരു മോഡലിന്റെ ഇന്ത്യയിലെ ലോഞ്ചിന് ശേഷം കൺഫേംഡ് ആയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. So that's all from my side. Hope you all enjoyed the video and don't forget to subscribe the channel and like the video. Thank you.